പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, താഴെ കാണിച്ചിരിക്കുന്ന സിലബസിന്റെ ഭാഗമാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, ഇന്ത്യയുടെ പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതുപോലെ തന്നെ അതിർത്തികളും അതിരുകളും എന്ന ഭാഗം നോക്കിയിട്ടുണ്ട്. സയൻസിന്റെ ഒരു ടോപ്പിക് കൂടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് ഊർജ്ജ മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ് LDCയുടെ PDF ഫയൽ, PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സിന്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിന്റെ എല്ലാം PDF നോട്ട്സ് അവൈലബിൾ ആണ്. CA ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സും കറണ്ട് അഫയേഴ്സിന്റെ സ്പെഷ്യൽ നോട്ട്സും അവൈലബിൾ ആണ്. അതുപോലെ 70+ എക്സാം ഉണ്ട്. ഒരു വീക്ക്ലി ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഉൾപ്പെടുന്നത് PDF നോട്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇന്ന് 6ാമത്തെ ക്ലാസ് ആണ്. അതിനുവേണ്ടി മെസ്സേജ് ചെയ്യേണ്ട നമ്പർ 9496822117 എന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഊർജ്ജ മേഖലയിലെ പുരോഗതി എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് വൈദ്യുത ഊർജ്ജങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ജലവൈദ്യുതി, താപവൈദ്യുതിയും അതുപോലെ തന്നെ ആണവ വൈദ്യുതി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ചെറിയൊരു ഇലസ്ട്രേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഊർജ്ജ മേഖലയിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ആദ്യം നോക്കാൻ പോകുന്നത് ആണവ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടാണ്. കാണിച്ചിരുന്ന ചിത്രം ആരുടെ എന്ന് വെച്ചാൽ ഡോക്ടർ ഹോമി ജെ ഭാഭയുടെ ചിത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഹോമി ജെ ഭാഭ. നമ്മൾ കൃത്യമായിട്ട് വൈദ്യുതി എല്ലാം ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമുക്ക് വൈദ്യുതി കിട്ടുന്നതിൽ ലഭിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഹോമി ജെ ഭാഭ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യ നിലവിലെ കാര്യമാണ് പറയുന്നത്, വൈദ്യുതി കണ്ടുപിടിച്ചത് ആളിനെ കുറിച്ചല്ല, നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഹോമി ജെ ഭാഭ എന്ന വ്യക്തിയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1948 അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത്. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് ഹോമി ജെ ഭാഭ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആണവോർജ്ജ വകുപ്പ് നിലവിൽ വന്ന വർഷം 1954. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കളാണ് യുറേനിയം, തോറിയം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. യുറേനിയം, തോറിയമാണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന ധാതുക്കൾ എന്ന് പറയുന്നത്. യുറേനിയം, തോറിയം എന്നിവ കാണപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇവിടെ ജാർഖണ്ഡ്, അതുപോലെ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിര. ഇപ്പൊ നിങ്ങളുടെ പത്രം വായിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് എന്ത് വന്നു കാണും? ആരവല്ലി പർവ്വതനിര വന്നു കാണും. ആരവല്ലി പർവ്വതനിര പ്രൈവറ്റുകാർക്ക് വിധിച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ. യുറേനിയം, തോറിയം എന്നിവ കാണപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് എന്ന് പറയുന്നത് ജാർഖണ്ഡ്, അതുപോലെ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിര. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തയുടെ എക്സാമിന് ഒരു ചോദ്യം വരും. ആരവല്ലി പർവ്വതനിരയിൽ കാണപ്പെടുന്ന ഇന്ധനം ഏത്, അല്ലെങ്കിൽ ധാതുക്കൾ ഏത് എന്നൊരു ചോദ്യം വരാം. ആരവല്ലി പർവ്വതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, മനസ്സിലുണ്ടാവണം. വാർത്തയിൽ വന്നുകൊണ്ട് അതൊന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ ആരവല്ലി പർവ്വതനില രാജസ്ഥാനാണെന്ന് കൂടി ഓർത്തേക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് പാലക്കാട്, കൊല്ലം. കേരളത്തിലെ പാലക്കാട്, കൊല്ലത്താണ് സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ നിലയം, വൈദ്യുത നിലയമാണ് താരാപൂർ. താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം 1969. 1969 എന്ന് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. അതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് എന്ന് പറയുന്നു ISR നിലവിൽ വന്ന വർഷം. ISR നിലവിൽ വന്ന വർഷം 1969 ഓഗസ്റ്റ് 15. താരാപൂർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര സംസ്ഥാനം. ഏത് സംസ്ഥാനം? മഹാരാഷ്ട്ര സംസ്ഥാനം. ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം, താരാപൂർ ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം. ഓക്കെ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്ത രാജ്യം ചോദിച്ചാൽ റഷ്യയാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ അഥവാ ബാർക്ക്. ഓക്കെ, ഏതാണ് ബാർക്ക്? ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായ വർഷം 1954 ജനുവരി 3. പുറത്തു വയ്ക്കുക. ഉത്തരവിന്റെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 1957 ജനുവരി 20 ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. വർഷം ചോദിച്ചാൽ 1957
ജനുവരി 20. ഓക്കെ. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആദ്യ ചെയർമാൻ ഹോമി ജെ ബാബ. നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഹോമി ജെ ബാബ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം, അപ്സര മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, ആണവ റിയാക്ടർ ഖാമിനി. എവിടെയാണ്? കൽപ്പാക്കം തമിഴ്നാട്. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1987. വർഷങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കും, താഴെ തന്നിരിക്കുന്നത് തെറ്റായത് ഏത് എന്നതായിരിക്കും നിലവിലത്തെ ക്വസ്റ്റ്യൻ സാഹചര്യത്തിൽ ചോദ്യം വരുന്നത്. അടുത്ത ചോദ്യം, കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതോ? സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം. കാരണം ഏറ്റവും കൂടുതൽ സമരം നടന്നത് കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ തിരുനെൽവേലി ജില്ല. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കൂടംകുളം ആണവ നിലയം? ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുനെൽവേലി ജില്ല. ഏത് ഗ്രാമം? ഇടന്തിക്കര ഗ്രാമം, തമിഴ്നാട്ടിലാണ്. ഓർത്തിക്കുക. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് റഷ്യ. ഇന്ത്യ ഏറ്റവും കൂടുതൽ സഹായിച്ച പല കാര്യത്തിൽ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് റഷ്യ എന്ന് ഓർത്തിക്കുക. ഓക്കെ. ഇപ്പൊ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകനാണ് SP ഉദയകുമാർ. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഓർത്തുക. കൂടംകുളം ആണവ നിലയവുമായി പോരാടിയ സമരനായകൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ചോദ്യമാണ് SP ഉദയകുമാർ. അടുത്ത ചോദ്യം, കൂടംകുളം ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ഏതാണ്? യുറേനിയം 235, സമ്പുഷ്ട യുറേനിയം. ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച ആണവ നിലയമാണിത്. ജയ്താംപൂർ ആണവ നിലയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ജയ്താംപൂർ ആണവ നിലയം. ജയ്താംപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം 1974 മെയ് 18. ഓക്കെ. എവിടെയാണ് പരീക്ഷണം നടത്തിയത്? പൊഖ്റാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. അപ്പൊ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് പൊഖ്റാനിലാണ് 1974 മെയ് 18 എന്ന് ഓർത്തിക്കുക. ആണവ പരീക്ഷണം നടക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ആയിരിക്കുമ്പോഴാണ് ആദ്യ ആണവ പരീക്ഷണം നടക്കുന്നത്. ഓക്കെ. അപ്പൊ ആണവ പരീക്ഷണത്തിന് ഒരു രഹസ്യനാമം നൽകിയിരുന്നു. എന്താ? ബുദ്ധൻ ചിരിക്കുന്നു. എന്താണ്? ബുദ്ധ സ്മൈൽ അല്ലെങ്കിൽ ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജാരാമണ്ണ. ഈ കാണുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജാരാമണ്ണ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം 1998 മെയ് 11, 13. രണ്ടാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി. ഇദ്ദേഹമാണ് അടൽ ബിഹാരി വാജ്പേയി. അറിഞ്ഞിടത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി. ഓപ്പറേഷൻ ശക്തി. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം. തമിഴ്നാട്ടിൽ ജനിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. ആ വ്യക്തിയെ ഒരിക്കലും മറന്നുവരുതോ. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഓർത്തുവയ്ക്കുക, APJ അബ്ദുൽ കലാം. ഓക്കെ. അടുത്ത ജലവൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകളാണ്. ശ്രദ്ധിക്കുക. ജലവൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതി എന്ന് വെച്ചാൽ ശിവസമുദ്രം. ഏത് നദി എന്ന് വെച്ചാൽ കാവേരി നദിയാണ്. ഏത് സംസ്ഥാനം? കർണാടകയാണ്. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം സിദ്രാപോങ് 1897 ഡാർജിലിംഗ് ആണെന്ന് ഓർത്തുവയ്ക്കുക. അത് ബംഗാളിലാണ്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിത വർഷം 1975. അപ്പോൾ ഓരോ പ്രവർത്തന മേഖലയ്ക്കും ഒരു സ്ഥാപനം ഉണ്ടാവുമെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിത വർഷം 1975. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ ജലവൈദ്യുത പദ്ധതി ദാമോദർ വാലി. സ്ഥിരമായിട്ട് ഒൻവേർഡ് ചോദ്യം ഉണ്ടായിരുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ ജലവൈദ്യുത പദ്ധതി ദാമോദർ വാലി. അടുത്ത ചോദ്യം ഉണ്ടായിരുന്നു, ഏതിന്റെ മാതൃകയിലാണ്? അമേരിക്കയിലെ ടെന്നീസ് വാലി മാതൃകയിൽ നിർമ്മിച്ചതാണ് ദാമോദർ വാലി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതല പദ്ധതി എന്ന് വെച്ചാൽ ഭക്രാനങ്കൽ. ഓക്കെ. ഏതാണ്? ഭക്രാനങ്കൽ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഭക്രാനങ്കൽ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഭക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട്
പക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദി എന്ന നദിയാണ് സത്ലജ് നദി. ഓക്കെ, ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ഗോവിന്ദ് സാഗർ തടാകം. ഏതാണ്? ഗോവിന്ദ് സാഗർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. സർദാർ സരോവർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെന്ന് പറയുന്നത് വലിയ ഡാം ഏതാണ്? സർദാർ സരോവർ. മറന്നുവരുത്, അത് ഗുജറാത്തിലാണ്. ഓക്കെ, അടുത്ത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ നർമ്മദ നദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടോ തെഹരി അണക്കെട്ടോ. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭഗീരഥി നദി. ഓക്കെ, തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭഗീരഥി നദി. ഓക്കെ, ഓർത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കുക. തെഹരി കേട്ടോ, തെഹരി തേ ഇങ്ങനെ ഉയർത്തി എഴുതുക കേട്ടോ. അപ്പൊ ഉയരം കൂടിയാണ് കേട്ടോ തെഹരി അണക്കെട്ട് എന്ന് ഓർത്തിക്കുക. അടുത്ത തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് സംസ്ഥാനം. അടുത്ത പോയിന്റ് പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ പട്ടണം ചോദിച്ചാൽ ബാംഗ്ലൂർ, കർണാടക. പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാന സംസ്ഥാനം. പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ല. പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ പട്ടണം ചോദിച്ചാൽ തിരുവനന്തപുരം. 1929 1929 പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ അടുത്തൊരു പോയിന്റുകൾ പറയുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങിയ വർഷം 1929. ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിനെ നമ്മൾ കണക്റ്റിംഗ് GK മെത്തേഡ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയും. അതായത് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് തന്നെ പല പോയിന്റുകൾ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ടാണ്. ഏത് സംസ്ഥാനത്ത് വെച്ചാൽ ഒഡീഷ. ഏത് നദി എന്ന് വെച്ചാൽ മഹാനദി. ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ. ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇന്ത്യയുടെ നേപ്പാളിന്റെ സംയുക്ത ജലവൈദ്യുത പദ്ധതിയാണ് കോസി പദ്ധതി, മഹാകാളി പദ്ധതി, അതുപോലെ ഗാണ്ടക് പദ്ധതി. ഓക്കെ, അലമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഓംകാരേശ്വർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്ന. ഓംകാരേശ്വർ നദിയിലാണ് ഓംകാരേശ്വർ ഡാം. ഓക്കെ, മറന്നുവരുത്. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപോർജ്ജത്തിൽ നിന്നാണ് ഓർത്തുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? താപോർജ്ജത്തിൽ നിന്നാണ് ഓർത്തുക. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത താപവൈദ്യുത നിലയവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ശ്രദ്ധിക്കുക. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഭൂഗർഭ ചൂട് നീരുറവ എന്നിവയിൽ ഇന്ധനങ്ങളാക്കി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഭൂഗർഭ ചൂട് നീരുറവ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഭൂമിക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ എന്താ വരുക, ഇങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതിൽ നിന്നുള്ള ചൂട് ഉപയോഗിച്ച് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഭൂഗർഭ ചൂട് നീരുറവ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ 310 പരം താപവൈദ്യുത നിലയങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം എന്ന് വെച്ചാൽ കൽക്കരിയാണ്. കൽക്കരി ഉൽപാദനത്തിൽ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ റാണിഗഞ്ച്, ചാറിയ, ധൻബാദ്, ബൊക്കാർ. ഓക്കെ, അപ്പോൾ ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്ത ടോപ്പിക് നമ്മുടെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിൽ അടുത്ത് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഭാഗങ്ങൾ ഈ കേട്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപാദകർ ആരെന്ന് വെച്ചാൽ ദേശീയ താപവൈദ്യുത നിലയം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഓക്കെ, NTPC കേട്ടിട്ടുണ്ടാവുമല്ലോ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. സ്ഥാപിത വർഷം 1975. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം വിന്ധ്യാചൽ താപവൈദ്യുത നിലയം. ഏത് സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ വൈദ്യുതി നിലയങ്ങളെല്ലാം എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ആണവൈദ്യുതി നിലയങ്ങളെല്ലാം മഹാരാഷ്ട്രയിൽ ഉണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി ഉൽപാദനത്തിൽ കൂടുതലൊക്കെ നിൽക്കുന്ന മഹാരാഷ്ട്ര. അതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നൊരു ചോദ്യം വന്നതും അതിന്റെ ഉത്തരം മഹാരാഷ്ട്ര. ഓക്കെ, പോയിന്റ് വന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്രയുടെ എക്കണോമിക് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ എക്കണോമിക് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം ചോദിച്ചാൽ നെയ്വേലി താപവൈദ്യുത നിലയം, അതോ തമിഴ്നാട്ടിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ താപവൈദ്യുത നിലയം എവിടെയാണ്? തമിഴ്നാട്ടിലാണെന്ന് ഓർത്തിരിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ടോ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച
NTPC, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ താപവൈദ്യുത നിലയം എന്ന് വെച്ചാൽ താൽച്ചർ എവിടെയാണ്? ഒഡീഷയാണ്. അടുത്ത നെയ്വേലി തമിഴ്നാട്ടിലെ തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. നമ്മൾ നേരത്തെ പറഞ്ഞു കൂടംകുളം ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെയാണ്. അതുപോലെ നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ്? റഷ്യയുടെ സഹകരണം. ഇന്ത്യയിലെ ആദ്യ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് വെച്ചാൽ കോട്ടയുടെ രാജസ്ഥാനിലാണെന്ന് ഓർത്തിക്കുക. കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ ചമ്പൽ നദീതീരമാണ്, രാജസ്ഥാൻ. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ആണവ നിലയങ്ങളും എല്ലാം ഏതെങ്കിലും ഒരു നദിയുടെ തീരത്തായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കൂടുതലായിട്ട് ആവശ്യം വരുന്നതാണ്. ഈ പവർ സ്റ്റേഷനിലൊക്കെ ജലത്തിന്റെ ആവശ്യം കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യണത്? നദിയുമായി ബേസ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഇതിൽ നിന്ന് പല പൊല്യൂഷൻസും ഉണ്ടാവുന്നുണ്ട്, പലതും പുറത്തു വരുന്നില്ല, പലതൊക്കെ മൂടി വയ്ക്കപ്പെടുന്നു. ഓക്കെ, കാകതീയ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥാപിതമായ സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയാണ്. ഭദ്രദു വൈദ്യുത ഉൽപാദകർ നിഗം ലിമിറ്റഡ് താപോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ജാർഖണ്ഡ്. ഭദ്രദു കേട്ടോ. അടുത്ത ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആദ്യ 800 മെഗാവാട്ട് തെർമൽ പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ വെച്ചാൽ റൈച്ചൂർ കർണാടകയാണ്. ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഇവിടെ വെച്ചാൽ ഗുജറാത്താണ്. ഓർത്തേക്കാം, ദുവാരൻ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ പാർക്ക് എന്ന് വെച്ചാൽ ചരൺക എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ സോളാർ പവർ പ്ലാന്റ് അമൃത്സർ ആണ്. അമൃത്സർ സോളാർ പവർ പ്ലാന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ദർനൈ എവിടെയാണ്? ബീഹാറിലാണ്. ഗവൺമെന്റ് കീഴിലുള്ള എല്ലാ തുറമുഖങ്ങളും ഹരിതോർജ്ജം, അതായത് കാറ്റ്, സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ ഇൻഡസ്ട്രിയൽ സോളാർ മൈക്രോ ഗ്രിഡ് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. എവിടെയാണെന്ന് വെച്ചാൽ വഡോദര. ഇന്ത്യയിലെ സൗരോർജ്ജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. 100% സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യം എവിടെയാണെന്ന് വെച്ചാൽ സൂററ്റിലാണ്, ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 100% സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അടുത്ത റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. 18,459.25 കിലോമീറ്ററാണ് അതിന്റെ ദൈർഘ്യം എന്ന്. ഇതിപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു കാണും. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. 299.33 കിലോമീറ്ററാണ്. സംസ്ഥാന ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ഓർത്തുവയ്ക്കാം. ദേശീയപാത ദൈർഘ്യം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. റോഡ് ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയും. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര. 102 ദേശീയപാതകൾ മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മേഘാലയയാണ്, 5 എണ്ണമാണ്. അടുത്ത് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്, 12 ദേശീയപാതകൾ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡും ആൻഡമാൻ നിക്കോബാറാണ്, 1 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44, പഴയ പേര് NH7 എന്നായിരുന്നു, നിലവിലെ പേര് NH44. ശ്രീനഗറിനെയും കന്യാകുമാരിയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH44, പഴയ പേര് NH7 ആണ്. ഓർത്തുവയ്ക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH966B. ഓക്കെ, NH966B, പഴയ പേര് NH47A. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH966B എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ പേര് NH47A. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്ന കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണെന്ന് ഓർത്തുവയ്ക്കുക. പലതവണ ചോദിച്ച ചോദ്യമാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത, അമൃത്സർ ആണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാതയാണ് NH4. പഴയ പേര് NH223, നിക്കോബാർ ആണെന്ന് ഓർത്തുവയ്ക്കുക. നമ്മൾ പറഞ്ഞു ഒരെണ്ണം എവിടെയുണ്ട്? നിക്കോബാറിലുണ്ടെന്ന് പറഞ്ഞു. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന NH4 ആണ്. ആൻഡമാൻ ട്രങ്ക് റോഡ്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയാണ് രാജ്പത്ത് റോഡ്. ന്യൂഡൽഹിയിലാണ്. രാജ്പത്തിന് പുതിയ പേരുണ്ട്, കർത്തവ്യ പഥ് എന്ന് ഓർത്തിക്കുക. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു ഡാമുകളും അതിന്റെ നദികളുമാണ്. ബാണാസുര സാഗർ ഡാം കബനി നദിയാണ്.
അൽമാട്ടി ഡാം കൃഷ്ണ നദിയാണ്. ഉറി ഡാം ചലം നദിയാണ്. ഇടുക്കി ഡാം പെരിയാർ നദിയാണ്. സർദാർ സരോവർ നർമ്മദ നദിയാണ്. മേട്ടൂർ ഡാം കാവേരി നദി. കൊയ്ന നദിയാണെന്ന് ഓർത്ത് വയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ, ഓർത്ത് വയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. ഈ പറയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓരോ ദേശീയ നേതാക്കളുടെ പേരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഈ പറയുന്നത്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നു. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസി. ലോക്പ്രിയ ഗോപിനാഥ് ബർത്തോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തി. ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം ഭുവനേശ്വർ. BR അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂർ. ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സർ. ഷഹീദ് ഭഗത് സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ചണ്ഡീഗഡ്. അടുത്ത വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ആൻഡമാൻ നിക്കോബാർ. ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളം പാട്ന. അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇപ്പൊ വരുന്ന ചോദ്യങ്ങളിൽ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ചേർക്കുക എന്നാണ്. പ്രധാന ആണവ നിലയങ്ങളാണ്. ഏതൊക്കെ സംസ്ഥാനത്തെ ആണവ നിലയങ്ങളും ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് കൂടെ നോക്കാം. കൽപ്പാക്കം തമിഴ്നാട്. താരാപൂർ മഹാരാഷ്ട്ര. നറോറ ഉത്തർപ്രദേശ്. കൈഗ കർണാടക. റാവത്ത് ഭട്ട രാജസ്ഥാൻ. ജയ്താംപൂർ മഹാരാഷ്ട്ര. കൂടംകുളം തമിഴ്നാട്. കക്രപ്പാറ ഗുജറാത്ത്. ഓക്കെ, അടുത്ത് ദേശീയ പാതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. അഞ്ചാമത്തെ നാഷണൽ വാട്ടർവേ 5 ഈ അടുത്ത കാലത്ത് ഒരു എക്സാമിന് പ്രീവിയസ് ചോദ്യമായിട്ട് ചോദിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. NW1 പ്രയാഗ്രാജ് ഹാൽഡിയാണ്. 1620 കിലോമീറ്റർ. 1620 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് ഓർത്ത് വയ്ക്കുക. 1620 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ NW1 പ്രയാഗ്രാജ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അലഹബാദിന്റെ പേര് മാറ്റി എന്താക്കി? പ്രയാഗ്രാജ് എന്ന് ആക്കി. ഓക്കെ, പ്രയാഗ്രാജ് ഹാൽഡിയ 1620. NW2 സാദിയ ദുബ്രി 891 കിലോമീറ്റർ. NW3 സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. കൊല്ലം കോട്ടപ്പുറം 205 കിലോമീറ്റർ. ഇതിന്റെ നീളം കൂട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 205 കിലോമീറ്റർ ആയിരുന്നത് മാറ്റിയിട്ടുണ്ട്. എത്രയാക്കിയത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പറയാം. NW4 കാക്കിനട പുതുച്ചേരി 1078 കിലോമീറ്റർ ആണ് കേട്ടോ. NW5 ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയാണ് 623 കിലോമീറ്റർ. NW6 ലക്കിപ്പൂർ ഫാങ്കയാണ് 121 കിലോമീറ്റർ. NW7 ഇല്ലം ബസാർ കത്വ 90 കിലോമീറ്റർ. NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ് 28 കിലോമീറ്റർ. NW9 ആലപ്പുഴ അതിരമ്പുഴ. NW10 ധരംദാർ ഷിട്ടി രേവാസാണ് 19.42 കിലോമീറ്റർ ആണെന്ന് ഓർത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇനി SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് പോയിന്റുകൾ വന്നിട്ടുള്ളത് ജസ്റ്റ് നോക്കി നോക്കിയാൽ. SCERTയിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തില് രണ്ടാമത്തെ ഭാഗമാണ്. അതിനാണ് ഈ പോയിന്റുകൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്കൊരു ടോപ്പിക്